മത്സ്യത്തൊഴിലാളികളുടെ പാസ് ബുക്കാണത്. ഓരോ വർഷവും ഒരു തുക അടച്ച് നമ്മൾ പുതുക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ ശ്രദ്ധിച്ച് നോക്കണം, 2020 മുതൽ 2023 വരെ 100 രൂപ വെച്ചാണ് നമ്മൾ അടച്ചിരുന്നത് ഓരോ വർഷവും. 2024 ഡിസംബർ ആയപ്പോഴത്തേക്കും അവിടെ 300 രൂപയാണ് മേടിച്ചിരുന്നത്. അതുപോലെ തന്നെ ബോട്ട്, വല എന്നിവ ഉണ്ടെങ്കിൽ അതിനൊരു തുക നമ്മൾ അടയ്ക്കേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ തുക കണ്ട 2020 ആയപ്പോഴത്തേക്കും 240 രൂപയും 2023 വരെ അതേ തുക തന്നെയാണ് മേടിച്ചിരുന്നത്. 2024 ഡിസംബർ ആയപ്പോഴത്തേക്കും അത് 600 രൂപയായിട്ട് മാറി. അതുപോലെ മത്സ്യത്തൊഴിലാളികളുടെ ക്രെഡിറ്റ് കാർഡാണിത്. കണ്ടല്ലോ, ഇത് 2023 2024 ഒരു കാർഡാണിത്. ഈ കാർഡിൻ്റെ രൂപം കണ്ടാൽ മനസ്സിലാവും, ഇതൊരു കാർഡിൻ്റെ രൂപത്തിൽ തന്നെയാണ് ഇരിക്കുന്നത്. നല്ല കട്ടിയുള്ള ഒരു പേപ്പറൊക്കെ ഉപയോഗിച്ചുകൊണ്ട് മഞ്ഞ കളറിലാണ് അടിച്ചിരുന്നിരിക്കുന്നത്. ഇത് തന്നെയാണ് ഓരോ വർഷവും നമുക്ക് തന്നുകൊണ്ടിരുന്ന കാർഡ്. 2025 ആയപ്പോഴത്തേക്കും ആ കാർഡിൻ്റെ രൂപം കണ്ടോ, വെറും ഒരു ഫോട്ടോ കോപ്പി പേപ്പറാണ്. ഇത് സർക്കാരിൻ്റെ ഒരു ചിലവ് കുറയ്ക്കാൻ വേണ്ടി ചെയ്ത ഒരു പണിയാണ്, അത് മനസ്സിലായി. ഇതൊന്നും നമുക്ക് പരാതിയായിട്ട് ഞാൻ പറയണതല്ല, ഇങ്ങനെയൊക്കെയാണ് മാറ്റങ്ങൾ സംഭവിക്കുന്നത്. എനിക്ക് ഒറ്റ കാര്യമേ പറയാനുള്ളൂ, മത്സ്യബന്ധനം എന്ന് പറയുന്നത് ജീവന് പോലും ഗ്യാരണ്ടി ഇല്ലാതെ ചെയ്യുന്ന ഒരു തൊഴിലാണ്. അങ്ങനെയുള്ള മത്സ്യത്തൊഴിലാളികളോട് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട വല്ല ആവശ്യമുണ്ടോ? ഇതൊരു പ്രതികരണമായിട്ടല്ല ഞാൻ വീഡിയോ ചെയ്യുന്നത്. എല്ലാ ജനങ്ങളും ഒന്ന് അറിഞ്ഞിരിക്കണം എന്നുള്ള ഉദ്ദേശത്തോടെ മാത്രമാണ് ഞാനൊരു വീഡിയോ ചെയ്തത്. ഒരു റിക്വസ്റ്റ് കൂടി ഉണ്ട്, ഏതെങ്കിലും ഉദ്യോഗസ്ഥർ ഇടപെട്ടുകൊണ്ട് ഈ തുക കുറയ്ക്കാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ വലിയ ഉപകാരം. ഈ വിവരം എത്ര പേരുടെ കൈവശം എത്തുമെന്ന് എനിക്കറിയില്ല. കഴിയുന്നതും എല്ലാവരും ഷെയർ ചെയ്യാൻ ട്രൈ ചെയ്യുക. താങ്ക് യു.